സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് PHPയിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി സ്ട്രിങ് ഫങ്ഷൻസിനെ പറ്റി നോക്കി. സ്ട്രിങ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഇതിപ്പോൾ കാണുന്നില്ല. STR ലോവർ, STR ടു അപ്പർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, റീപ്ലേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിങ് റിലേറ്റഡ് അല്ല, ഇൻറ്റിജർ റിലേറ്റഡ് ആയിട്ടുള്ള, നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബിൽട്ടിൻ ആയിട്ടുള്ള PHP ഫങ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തു പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ചാനലിലേക്ക് പോയിട്ട് അതിൽ സ്റ്റാർട്ടിങ് മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PHP ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉള്ളതിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷനാണ് പൈ. പൈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് അത് ഉപയോഗിക്കേണ്ടി വരും ചിലപ്പം. പൈ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നോക്കട്ടെ. എന്തായാലും എക്കോ ചെയ്ത് നോക്കാം. നമുക്ക് പൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് എന്നുള്ളത് നോക്കിയേക്കാം. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നു. ഇതല്ലേ പൈൻ്റെ വാല്യൂ ആയ 3.14. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കട്ടെ. 3.14 നമ്മൾ പഠിക്കുന്ന പൈ ഈക്വൽ ടു 3.14 എന്നാണല്ലോ. ആ വാല്യൂ നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള PHPൻ്റെ ഹെൽപ്പർ ഫയലാണ്, ഹെൽപ്പർ ഫംഗ്ഷനാണ് ആക്ച്വലി പൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ ഏതെങ്കിലും കേസിൽ നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈൻ്റെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ദെൻ അതേപോലെയുള്ളതാണ് അടുത്തത് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഈ മിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പം മിൻ 0, 20, 30, 22, 100. ഓക്കെ, സോ ഇതിലെ മിനിമം വാല്യൂ ഏതാണെന്നുള്ളതാണ് നമ്മൾ അതായത് മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ മിക്കവാറും എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമുക്കൊന്ന് നോക്കിയൊക്കെ റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ടില്ല 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മിനിമം ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, ഇതിൽ നമുക്കൊരു -23 ഇട്ട് കൊടുക്കാം. -23 ഇട്ട് കൊടുത്താൽ -23 ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട്. മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് വരുന്നത്. 100 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ കണ്ടില്ലേ. സോ ഈ രണ്ട് ഫങ്ഷൻസ് മിന്നും മാക്സും. അപ്പം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് എക്കോ ആദ്യം പൈ എഴുതി, അപ്പോൾ അതിനെ ഇവിടെ എഴുതി വെക്കുന്നു. അതേപോലെ എക്കോ ഇതിനെ കോപ്പി എടുത്തിട്ട് ചെയ്യാം. ഇതിന് മിനിമം കാണാൻ വേണ്ടിയിട്ടുള്ളതും നമുക്ക് കിട്ടി. അതുപോലെ നമ്മൾ എന്താക്കുന്നത്, ഇപ്പം മാക്സിമം ഏതാണോ നമ്പർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്തുള്ളതാണ് അബ്സല്യൂട്ട്. സോ എക്കോ ABS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടും. അബ്സല്യൂട്ട് വാല്യൂ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 അബ്സല്യൂട്ട് ഓഫ് 20 തൊട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വരിക നോക്കാം, 20 തന്നെ വരും. ബിക്കോസ് അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് 20 തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ -20 കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അബ്സല്യൂട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീഫ്രഷ് ചെയ്താലും നമുക്ക് 20 തന്നെയാണ് വരിക. ഓക്കെ, അതായത് ഇതിൻ്റെ മൈനസിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും കിട്ടുക. അതാണ് അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ കൊണ്ടിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്തത് എക്കോ SQRT. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എത്ര, ഇപ്പോൾ 64 നോക്കാം. 64ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 64ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? എല്ലാവർക്കും അറിയാം, 8 എന്ന് പറയുന്നതാണ് 64ൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് വരുന്നത്. സോ ആ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. സോ അതേപോലെ അടുത്തത് എക്കോ റൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, റൗണ്ട്. ഓക്കെ, റൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.4, റൗണ്ട് ഓഫ് 1.4 കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരിക നോക്കാം. 1 കണ്ടോ, 1.4നെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 1.1ലേക്ക് അത് മാറി. നേരെ മറിച്ച് 1.7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. കണ്ടോ, അതായത് റൗണ്ട് ചെയ്യാം. 0.5ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ 1ലേക്ക് പോകും, 0.5ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്താവും?
അത് നെക്സ്റ്റ് നമ്പർ ഏതാണോ അതിലേക്ക് പോകും, 2ലേക്ക് പോകും. ഓക്കെ, സോ ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഫ്രാക്ഷൻ 0.49 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും 40 കൊടുത്താലും എല്ലാം 5ൻ്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും, അല്ലെങ്കിൽ മുകളിലേക്ക് പോകും. സോ ഇതാണ് റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് എക്കോ റാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് റാൻഡ് നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സിന് റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് റാൻഡം ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്തു. നമ്മളിങ്ങനെ റിഫ്രഷ് ചെയ്താൽ 10 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കണ്ടില്ല? ഇതിപ്പോൾ ഞാൻ ഓരോ റിഫ്രഷിലും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു OTP ജനറേറ്റ് ചെയ്യണം. ഒരു 5 ഡിജിറ്റ് OTP ജനറേറ്റ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ OTP ജനറേറ്റ് ചെയ്യാൻ, റാൻഡം ആയിട്ടുള്ള നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഇതിനെ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 ഡിജിറ്റ് മാത്രം മതിയല്ലോ. അപ്പോൾ 5 ഡിജിറ്റ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 നമ്പറിലുള്ള സ്റ്റാർട്ടിങ് എത്രയാണ് വരുന്നത്? 1000 1000 4 5 ഈ 10,000-ൽ തുടങ്ങുന്ന സാധനം, പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 5 9 ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം നമുക്ക് വരേണ്ടത് എന്നുള്ള ലെവലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതി കൊടുക്കാണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് നമുക്ക് കിട്ടുന്നത് 10 ഡിജിറ്റ്സുള്ള 10 അക്കങ്ങളുള്ള ഒരു നമ്പറേക്കും കിട്ടുക. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് മിനിമം, അതിൻ്റെ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു 5 അക്കമുള്ള നമ്പേഴ്സ് അത് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് OTP വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് സംഭവം അവിടെ വർക്ക് ആവണത്. അതായത് ഇങ്ങനെ ഒരു റാൻഡ് ഫംഗ്ഷൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ ജനറേറ്റ് ചെയ്തിരും, അതിനെ ടേബിളിൽ കൊണ്ട് ഇൻസെർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത്. അതായത് പൈ, മിന്ന്, മാക്സ്, അബ്സല്യൂട്ട്, അതേപോലെ സ്ക്വയർ റൂട്ട്, റൗണ്ട്, റാൻഡ്, ഇതുപോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. സീല്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിലേക്കുള്ളതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. മാത്ത് ഫംഗ്ഷൻസ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. PHPയിലെ മാത്ത് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അടിച്ചു നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ട് കിട്ടും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. ഓക്കെ, ശരി എന്നാൽ ബൈ.